ചങ്ങായിമാരെ നമസ്കാരമുണ്ട്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റണ്ണേഴ്സ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിമിൻ്റെ കഥയുമായിട്ടാണ്. വളരെ ചെറിയൊരു കഥയാണ്, ഒരുപാട് സമയമൊന്നും എടുക്കാത്ത ഒരു കൊച്ചു ഷോർട്ട് ഫിലിം. അപ്പോൾ ആ ചിത്രത്തിൻ്റെ കഥയിലേക്ക് നമുക്ക് കടക്കാം. ചിത്രത്തിൻ്റെ തുടക്കത്തിൽ നാട് മുഴുവൻ സോംബീസായി നിറഞ്ഞിരിക്കുകയാണ്. രക്ഷപ്പെട്ട ആൾക്കാരെല്ലാവരും അവരവരുടെ വീടുകളിൽ സേഫായിട്ട് താമസിക്കുകയാണ്. തുടർന്ന് കുറച്ച് മിലിറ്ററി ഓഫീസേഴ്സിനെ കാണിക്കുന്നു. അവർ ഒരു സ്ഥലത്തേക്ക് പോയി നിൽക്കുകയാണ്. അവിടെ ആരെങ്കിലും ജീവനോടെ ഉണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്തി പുതിയ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അവർ വന്നിരിക്കുന്നത്. ഒരു ഓഫീസർ വാക്കി ടോക്കിയിലൂടെ ഈ ഏരിയയിൽ ആരെങ്കിലും ജീവനോടെ ഉണ്ടെങ്കിൽ, വൈറസിനാൽ അഫക്റ്റ് ആകാതെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്തേക്ക് വരൂ, ഞങ്ങൾ ഈ ചിൽഡ്രൻസ് പാർക്കിലുണ്ട്, നമ്മൾ നിങ്ങളെ രക്ഷിച്ച് പട്ടാള ബേസിലേക്ക് കൊണ്ടുപോകാം എന്ന് അയാൾ വാക്കി ടോക്കിയിലൂടെ പറയുന്നു. ആരെങ്കിലും ബാക്കിയുണ്ടോ എന്ന് അയാൾ വീണ്ടും ചോദിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു വീടിനുള്ളിൽ നിന്ന് ആരോ ഒരു വാക്കി ടോക്കി എടുക്കുന്നതായിട്ട് കാണിക്കുന്നു. അതാണ് ഈ സിനിമയുടെ നായകൻ നിക്ക് ആ വാക്കി ടോക്കിയിലൂടെ സോൾജിയേഴ്സിനോട് പറയും, സാർ ഈ ഏരിയയിൽ ഞാൻ മാത്രമാണ് ജീവനോടെ ഉള്ളത്, പ്ലീസ് എന്നെ വന്ന് ദയവായി രക്ഷിക്കൂ എന്ന്. സോറി മോനെ, നമ്മളാകെ 5 പേരാണുള്ളത്, ആ സിറ്റി മുഴുവൻ സോംബിയാൽ നിറഞ്ഞിരിക്കുകയാണ്, ഒരാൾക്ക് വേണ്ടി മാത്രമായി ഈ 5 പേര് റിസ്ക് എടുത്ത് അങ്ങോട്ടേക്ക് വന്നാൽ മറ്റൊരുപാട് പേരെ ഞങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റാതെ പോകും, എങ്ങനെയെങ്കിലും സാധിക്കുമെങ്കിൽ നീ അവരുടെ പിടിയിൽപ്പെടാതെ ഇങ്ങോട്ടേക്ക് ഓടി വരൂ എന്ന് ഓഫീസർ പറയുന്നു. ഞങ്ങളിവിടെ ഒരു അരമണിക്കൂർ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം എന്ന് ഓഫീസർ വാക്ക് നൽകുന്നു. ശരി സാർ, ഞാൻ ഒരു 5 മിനിറ്റ് കൊണ്ട് എൻ്റെ കാറിൽ ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാമെന്ന് നിക്ക് പറയുന്നു. അപ്പോൾ ഓഫീസർ പറയും, അയ്യോ നീ കാറൊന്നും എടുക്കല്ലേ, കാറെടുത്ത ആ ശബ്ദത്തിൽ അവിടെ ഉണ്ടായിരുന്ന സോംബീസ് എല്ലാം അറിയും, അവർ നിന്നെ ആക്രമിക്കും, അല്ലെങ്കിൽ നിന്റെ കയ്യിൽ വല്ല ബാറ്ററി കാറും ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് വരൂ, അതിനാകുമ്പോൾ സൗണ്ട് ഉണ്ടാവില്ല എന്ന് ഓഫീസർ പറയുന്നു. എൻ്റെ കയ്യിൽ ബാറ്ററി കാറൊന്നുമില്ല എന്ന് നിക്ക് മറുപടി പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ നടന്നിട്ട് അല്ലെങ്കിൽ ഓടി വരൂ എന്ന് സോൾജിയേഴ്സ് അവനോട് പറയുന്നു. ഹീറോ ഒരു ബാഗും എടുത്ത് മുഖത്ത് ഒരു മാസ്കും ഇട്ടിട്ട് അവിടെ നിന്നും ഓടി പട്ടാളക്കാരുടെ അടുത്തേക്ക് പോകാൻ ശ്രമിക്കുന്നു. ഓടിയും നടന്നും അവൻ പട്ടാളക്കാരുടെ അടുത്തെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മറുവശത്ത് മിലിറ്ററി ഓഫീസേഴ്സ് എല്ലാം ഹീറോയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഹീറോ ഒരുപാട് നേരം നടന്ന അവസാനം ടയേർഡായിട്ട് ഒരു കാറിന് മുകളിൽ ബാഗും വെച്ച് അവൻ കൊണ്ടുവന്ന വെള്ളം എടുത്ത് കുടിക്കുന്നു. ആ മിലിറ്ററി ഓഫീസർ ആകട്ടെ ഇടയ്ക്കിടയ്ക്ക് വാക്കി ടോക്കിയിലൂടെ സംസാരിച്ച് നായകൻ ജീവനോടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ഹീറോ വെള്ളമൊക്കെ കുടിച്ചിട്ട് അവിടെ നിന്നും പുറപ്പെടാമെന്ന് പറഞ്ഞ് ബാഗ് എടുക്കുന്ന സമയത്ത് ബാഗ് ആ കാറിൽ കുടുങ്ങി അതിന്റെ ഡോർ ഓപ്പൺ ആകുകയും ഭയങ്കരമായിട്ട് സേഫ്റ്റി അലാറം അടിക്കുകയും ചെയ്യുന്നു. ആ ശബ്ദം കേട്ട് അടങ്ങിയിരുന്ന സോംബികളൊക്കെ ചാടി എഴുന്നേറ്റ് നായകന്റെ പിന്നാലെ ഓടാൻ തുടങ്ങി. നായകനാകട്ടെ പ്രാണനും കൊണ്ട് ഓടുകയാണ്. അതിനിടയിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന വാക്കി ടോക്കി അവിടെ വീണു പോകുന്നു. ഹീറോ വളരെ കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെ കൂടി ആ സോംബികളുടെ കയ്യിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ആ സോൾജിയേഴ്സ് വാക്കി ടോക്കിയിലൂടെ വീണ്ടും ഹീറോയെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ വാക്കി ടോക്കി വീണതുകൊണ്ട് ഹീറോയുടെ ഒരു റെസ്പോൺസും സോൾജിയേഴ്സിന് കിട്ടുന്നില്ല. അതോടെ ആ സോൾജിയർ കരുതും ഹീറോയും സോംബിയുടെ കയ്യിൽ കുടുങ്ങിപ്പോയെന്ന്. എന്തായാലും കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യാമെന്നും പറഞ്ഞ് സോൾജിയേഴ്സ് അവിടെ കാത്തു നിൽക്കുന്നു. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ നായകൻ എങ്ങനെയൊക്കെ ഓടി ആ സോൾജിയേഴ്സിന്റെ അടുത്തേക്ക് എത്തുന്നു. പിന്നാലെ സോംബികളും. സോൾജിയേഴ്സ് ഇത് കണ്ട് ഞെട്ടിപ്പോകുന്നു. എന്നിരുന്നാലും അവർ എല്ലാവരും പെട്ടെന്ന് തന്നെ ഗണ്ണെടുത്ത് നായകന് പിന്നാലെ വരുന്ന സോംബികളെ ഓരോന്നിനായി വെട്ടിവെച്ച് കൊല്ലുന്നു. അങ്ങനെ നായകനെയും രക്ഷിക്കുന്നു. പക്ഷേ സോംബികളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. ഒരു വിധമൊക്കെ അവർ വെടിവെച്ച് കൊന്നു. പക്ഷെ എന്നാലും പിന്നെയും സോംബികൾ വന്നപ്പോഴേക്കും സോൾജിയേഴ്സ് അവിടെ നിന്നും ഓടാൻ തുടങ്ങി. പക്ഷെ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോൾജിയേഴ്സിനെക്കാളും മുന്നിൽ ഇപ്പോൾ ഹീറോയാണുള്ളത്. അതിനിടയിൽ ഒരു സോൾജിയറിനെ സോംബി പിടിച്ച് കട്ടിക്കുന്നു. ഇവരവനെ രക്ഷിക്കാൻ നോക്കി, പക്ഷേ നടക്കുന്നില്ല. അവസാനം അവനെ അവിടെ ഉപേക്ഷിച്ചിട്ട് അവരവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു. ഓടി അവർ എത്തിച്ചേരുന്നത് ഒരു കാട്ടിനുള്ളിലാണ്. കയ്യിലുണ്ടായിരുന്ന ഒരു മാപ്പ് ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും പട്ടാള ക്യാമ്പിലേക്ക് എത്താനുള്ള സ്ഥലം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. അങ്ങനെ ഏകദേശം അങ്ങോട്ടേക്കുള്ള റൂട്ട് അവർ കണ്ടുപിടിക്കുന്നു. നാളെ രാവിലെ തന്നെ പുറപ്പെടാമെന്ന് അവർ തീരുമാനിക്കുന്നു. അപ്പോൾ ഒരു പട്ടാളക്കാരൻ പറയും, ഏതായാലും ഈ സോംബികൾക്ക് രാത്രി കണ്ണ് കാണില്ല, അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി തന്നെ നമ്മൾ പുറപ്പെടുന്നതല്ലേ കുറച്ചുകൂടി സേഫ് എന്ന് അയാൾ പറയുന്നു. അങ്ങനെ അവരെല്ലാവരും ആ രാത്രി തന്നെ അവിടെ നിന്നും പുറപ്പെടുന്നു. ഒരു സേഫ്റ്റിക്ക് വേണ്ടി നായകന്റെ കയ്യിലേക്ക് ഒരു തോക്ക് അവർ നൽകുന്നു. അതിനുശേഷം ശബ്ദമൊന്നും ഉണ്ടാക്കാതെ അവർ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു. ചുറ്റും സോംബികളാണ്. എന്തെങ്കിലും ഒരു ചെറിയ ശബ്ദം കേട്ടാൽ പോലും അവരെല്ലാവരും എഴുന്നേറ്റ് ഇവരെ ആക്രമിക്കും. ഒരു ശബ്ദവുമില്ലാതെ അടിവെച്ച് അവർ നീങ്ങുകയാണ്. അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സോംബി അങ്ങോട്ടേക്ക് വരുന്നു. അതിനെ ടച്ച് ചെയ്യാൻ പാടില്ല, അത് അറിയാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവർ അനങ്ങാതെ നിൽക്കുന്നു. സോംബി പതിയെ അവരെ ക്രോസ് ചെയ്തു പോകുന്നു. വീണ്ടും അവർ നടക്കാൻ തുടങ്ങുന്നു. അതിനിടയിൽ ഒരു സോൾജിയർ അറിയാതെ ഒരു മരത്തടിയിൽ ചവിട്ടുന്നു. അതോടെ ആ മരക്കഷ്ണം നുറുങ്ങുന്ന ശബ്ദം അവിടെ മുഴങ്ങുന്നു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് സോംബികൾ അത് കേട്ടില്ല. ഇപ്പോൾ ആ സോൾജിയേഴ്സിന്റെ ലീഡർ പറയും, നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങളെല്ലാവരും മുന്നോട്ടേക്ക് നടക്കൂ, ഞാൻ തൊട്ട് പിന്നാലെ എല്ലാം വീഴ്ചച്ചുകൊണ്ട് വന്നോളാം എന്ന്. അങ്ങനെ അവർ മുന്നോട്ടേക്ക് നടക്കാൻ തുടങ്ങുന്നു. പെട്ടെന്ന് നായകന്റെ മുന്നിൽ ഒരു സോംബി വന്ന് നിൽക്കുന്നു. ആ സോംബിയെ ഇടിക്കാതിരിക്കാൻ വേണ്ടി നായകൻ പതിയെ പിന്നിലേക്ക് കാല് വയ്ക്കും. പക്ഷെ തൊട്ടു പിന്നിൽ മറ്റൊരു സോംബി ഉണ്ടായിരുന്നു. അത് നായകൻ കാണുന്നില്ല. നായകൻ പിന്നിലേക്ക് നടന്ന് ആ സോംബിയെ ഇടിക്കുന്നു. പക്ഷെ ആ സോംബി അലറുന്നതിന് മുമ്പ് 2 സോൾജിയേഴ്സ് വന്ന് ആ 2 സോംബികളെയും ശബ്ദമില്ലാതെ കൊല്ലുന്നു. അങ്ങനെ വീണ്ടും അവർ നടക്കാൻ തുടങ്ങുന്നു. കുറച്ചു
ദൂരം നടന്നപ്പോഴേക്കും അവരുടെ കയ്യിലുണ്ടായിരുന്ന വാക്കി ടോക്കിയിൽ നിന്നും ശബ്ദം പുറത്തു വരുന്നു. അത് കേട്ട് സോംബികളെല്ലാം അവരുടെ നേരെ വരാൻ തുടങ്ങി. അപ്പോൾ ആ ലീഡർ പറയും, നിങ്ങളെല്ലാം വേഗം പോയിക്കോളൂ, ഞാൻ നോക്കിക്കോളാം, അതിനുശേഷം ഞാൻ അങ്ങ് എത്തിക്കോളാം എന്ന് പറയുന്നു. അങ്ങനെ അവരെല്ലാവരും അവിടെ നിന്ന് പോകുന്നു. ആ ലീഡർ സോംബികളെ ഓരോന്നായി വെടിവെച്ച് കൊല്ലുകയാണ്. പക്ഷേ സോംബികളുടെ എണ്ണം കൂടിയതോടെ ആ ലീഡർക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെയായി. അങ്ങനെ അയാളും സോംബികളുടെ പിടിയിൽപ്പെടുന്നു. ബാക്കിയുള്ളവരൊക്കെ അവിടുന്ന് രക്ഷപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവരും 2 സോംബികളുടെ ഇടയിൽപ്പെടുന്നു. ആ സോംബി ഒരു സോൾജിയറിനെ പിടിച്ച് കട്ടിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ നായകൻ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് ഉപയോഗിച്ച് അതിനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. ഉടനെ തന്നെ ആ സോൾജിയർ ചോദിക്കും, എന്തിനാടാ ഇപ്പൊ ഷൂട്ട് ചെയ്യാൻ നിന്നത്? അപ്പോൾ നായകൻ പറയും, നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, പിന്നെ എന്തിനാ അതിന് എന്നോട് ചൂടാവുന്നത് എന്ന് നായകൻ ചോദിക്കും. നീ കാരണമാണാടാ ഇനി നമ്മളൊക്കെ ചാകാൻ പോകുന്നത്. അപ്പോഴേക്കും ആ വെടിവെച്ച് കേട്ട് സോംബികളുടെ ഒരു പാട്ട തന്നെ അങ്ങോട്ടേക്ക് വരാൻ തുടങ്ങി. ഇവരെല്ലാം ഗണ്ണെടുത്ത് തയ്യാറായി നിന്നു, വരുന്ന ഓരോന്നിനെയും ഷൂട്ട് ചെയ്ത് കൊല്ലാൻ. അപ്പോഴേക്കും ഒരുത്തൻ മാസായിട്ട് എൻട്രി ചെയ്യുന്നു. ഒരു സൈലൻസർ പിടിപ്പിച്ച ഗണ്ണുമായിട്ട് ഓരോ സോംബികളെയും ഷൂട്ട് ചെയ്ത് കൊന്ന് ഇവരെ രക്ഷപ്പെടുത്തുന്നു. അയാളുടെ പേര് സാം എന്നാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എല്ലാവരും സാമിന് പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊരു സോൾജിയർ സാമിനോട് ചോദിക്കും, ഞങ്ങളെ എങ്ങോട്ടേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്? ജീവനോടെ ഇരിക്കണമെന്നാണെങ്കിൽ എൻ്റെ കൂടെ വന്നോളൂ എന്നും പറഞ്ഞിട്ട് അയാൾ മുന്നോട്ടേക്ക് നടക്കും. അയാളതൊരു ഓർഡർ പോലെ പറഞ്ഞത് ആ സോൾജിയറിന് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെ ചെറിയൊരു വഴക്കുണ്ടാവും. അതിനിടയിൽ ഈ കൂട്ടത്തിലുള്ള ഒരു സോൾജിയർ സോംബിയുടെ കടിയേറ്റിരിക്കുന്നത് നായകൻ കാണുന്നു. അത് ഉടനെ തന്നെ അവൻ അവരെ അറിയിക്കുന്നു. അപ്പോൾ തന്നെ സാമുവൽ അയാളെ വെടിവെച്ച് കൊല്ലുന്നു. അങ്ങനെ സാമുവൽ ബാക്കിയുള്ളവരെയെല്ലാം അവൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അങ്ങോട്ടേക്ക് നടക്കുന്നതിനിടയിൽ സാമുവൽ നമ്മുടെ നായകനോട് പറയും, നോക്കിയിട്ട് നടക്ക്, ഞങ്ങളുടെ പിന്നാലെ മാത്രം നടക്കുക, മറ്റൊരു സ്ഥലത്തേക്ക് മാറി നടക്കരുത് എന്ന് പറയും. അപ്പോൾ നായകൻ ചോദിക്കും, എന്ത് പറ്റി? അപ്പോൾ സാമുവൽ പറയും, വഴിയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ മൈൻ കുഴിച്ചിട്ടിട്ടുണ്ട്, സോംബികൾ വന്നാൽ അവയൊക്കെ പൊട്ടിത്തെറിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് എന്ന് സാമുവൽ നായകനോട് പറയുന്നു. അങ്ങനെ സാമുവൽ ആ സ്ഥലത്തെത്തുന്നു. എന്നിട്ട് അവൻ എല്ലാവരോടുമായിട്ട് പറയും, നിങ്ങൾക്ക് ഇവിടെ കിടക്കാനുള്ള സ്ഥലം കിട്ടും, വെള്ളം കിട്ടും, ഭക്ഷണം കിട്ടും, നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും ഇവിടെ താമസിക്കാം. അവിടെ ചെന്ന് നോക്കുമ്പോഴേക്ക് ഇവരെ പോലെ തന്നെ അവിടേക്ക് രക്ഷപ്പെട്ടു വന്ന ഒരുപാട് പേര് അവിടെ താമസിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ എത്തിയതിനു ശേഷം എല്ലാവരും കുറച്ച് റിലാക്സ് ആയിട്ട് വിശ്രമിക്കുന്നു. സാം വെടിവെച്ചു വന്ന ആ സോംബി സോൾജറിലെ അയാളുടെ കയ്യിൽ ഒരു വാക്കി ടോക്കി ഉള്ളതായിട്ട് കാണിക്കുന്നു. അങ്ങനെ ആ സീൻ അവിടെ കട്ടാവുന്നു. പിറ്റേ ദിവസം രാവിലെ 2 സോൾജിയേഴ്സ് എവിടെയോ പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. ഹീറോ ചോദിക്കും എങ്ങോട്ടേക്കാണെന്ന്. അപ്പോൾ അവൻ പറയും, ഇന്നലെ മരിച്ചുപോയ ആ സോൾജിയറിന്റെ കയ്യിൽ ഒരു വാക്കി ടോക്കി ഉണ്ട്, അത് നമ്മൾ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവർ 2 പേര് അവിടെ നിന്നും പുറപ്പെടുന്നു. ഇപ്പോൾ ഹീറോയും സാമും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീറോ പറയും, ഞാൻ ഒരുപാട് കാലത്തിന് ശേഷം നന്നായിട്ടൊന്ന് ഉറങ്ങി. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് മെയിൻ റോഡിൽ എന്തോ കണ്ടിട്ട് അവർ 2 പേരും ഞെട്ടുന്നു. മെയിൻ റോഡിലൂടെ കുറെ കാറുകൾ വേഗത്തിൽ ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നാലെ തന്നെ നിരവധി സോംബികൾ അതിനെ ഫോളോ ചെയ്തു പോകുന്നുണ്ട്. സോംബികൾ എങ്ങാനും തങ്ങളുടെ സ്ഥലത്തേക്ക് വന്നാൽ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ഗണ്ണെടുത്ത് തയ്യാറായി നിൽക്കുന്നു. മറ്റേ വാക്കി ടോക്കി എടുക്കാൻ പോയ 2 സോൾജിയേഴ്സും അവിടെ ഒളിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. സോംബികളെ കണ്ടതും അതിൽ ഒരു സോൾജിയർ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷേ നേരത്തെ സാമു പറഞ്ഞിട്ടില്ലേ മൈൻ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന്, അതിൽ ചവിട്ടി ബോംബ് പൊട്ടി അയാൾ അവിടെ കിടന്ന് മരിക്കുന്നു. ആ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ സോംബികളെല്ലാം ബാക്കിയുണ്ടായിരുന്ന ആ സോൾജിയറിനെയും കാണുന്നു. എല്ലാ സോംബികളും കൂടി അവന്റെ നേരെ പാഞ്ഞെടുക്കാൻ തുടങ്ങി. അയാൾ ജീവനും കൊണ്ട് ഓടാൻ തുടങ്ങി. നേരെ ആ എല്ലാവരും ഉള്ള വീട്ടിലേക്ക് അവൻ ഓടിക്കേറുന്നു. അവന്റെ പിന്നാലെ തന്നെ സോംബികളും പാഞ്ഞെടുക്കുകയാണ്. ആ വീട്ടിലുള്ളവരെല്ലാം ഗണ്ണെടുത്ത് സോംബികളെ ചറ പറ വെട്ടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അങ്ങോട്ടേക്ക് 100 കണക്കിന് സോംബികളാണ് പാഞ്ഞെടുക്കുന്നത്. അവരെ ഒന്നും കൺട്രോൾ ചെയ്യാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. കുറച്ച് സമയത്തിനുള്ളിൽ ആ വീട്ടിന് ചുറ്റും സോംബികളാൽ നിറയുന്നു. ഇനി ഇവയൊന്നും കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല എന്ന് സാമുവലിന് മനസ്സിലാവുന്നു. എല്ലാ സോംബികളും ആ വീടിനുള്ളിലേക്ക് ഇരച്ചു കയറുന്നു. സോംബി അപ്പോക്കാലിപ്സ് നടന്നു കഴിഞ്ഞാൽ ഒരാൾക്കും രക്ഷപ്പെടാനാകില്ല എന്ന് കാണിച്ചുകൊണ്ട് ഈ ഷോർട്ട് ഫിലിം അവസാനിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഷോർട്ട് ഫിലിം അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഈ കഥയും ഈ വീഡിയോയും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ